ബാബരി മസ്ജിദ് തകർത്തത് ഒഴിവാക്കി NCERTയുടെ പുതിയ +2 പാഠപുസ്തകം. രാമക്ഷേത്രം നിർമ്മിച്ചത് ഉൾപ്പെടുത്തി പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകം പരിഷ്കരിക്കുകയും ചെയ്തു. അയോധ്യ കേസിലെ സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ബാബരി മസ്ജിദ് പാഠഭാഗങ്ങളിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് NCERTയുടെ വിശദീകരണം. ശരത് കെ ശശിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരത്ത്, പാഠഭാഗം ഒഴിവാക്കിയത് വലിയ രീതിയിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണിപ്പോൾ. ആര്യ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ രാഷ്ട്രീയമെന്ന പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിന്റെ 8ാം അധ്യായത്തിലായിരുന്നു ബാബറി മസ്ജിദും അത് തകർത്തതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും പ്രതിപാദിച്ചിരുന്നത്. പുതിയ അധ്യയന വർഷം മുതൽ ഇത് പഠിപ്പിക്കില്ല, പകരം രാമക്ഷേത്രം നിർമ്മിച്ചതിലൂടെ നൂറ്റാണ്ടുകൾ നീണ്ട നിയമ രാഷ്ട്രീയ തർക്കത്തിന് പര്യവസാനമായി എന്നായിരിക്കും പുതിയ പാഠപുസ്തകത്തിൽ ഉണ്ടാവുക. ഇതിനുവേണ്ടി ബാബറി മസ്ജിദ് തകർത്തത് അടക്കമുള്ള കാര്യങ്ങൾ പ്രതിപാദിച്ചിരുന്ന പാഠഭാഗങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്തത്. 138ാമത്തെ പേജിലും 148 മുതൽ 151 വരെ ഉള്ള പേജുകളിലും ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിച്ചിരുന്നു. എന്നാൽ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. ഈ പാഠപുസ്തകത്തിന്റെ അവസാനം കുട്ടികൾക്കുള്ള എക്സസൈസ് എന്നുള്ള നിലയിൽ ഒരു ടൈം ലൈൻ സൃഷ്ടിക്കണം. ആ ടൈം ലൈനിൽ ബാബറി മസ്ജിദ് തകർത്ത തീയതിയില്ല, പകരം രാമക്ഷേത്ര നിർമ്മാണത്തിന് കാരണമായ 2019 സുപ്രീം കോടതി വിധിയുടെ തീയതിയാണ് പുതിയ ടൈം ലൈനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിലാണ് പുതിയ പരിഷ്കാരം. ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിയത്.